ഹലോ, വെൽക്കം ടു അപർണാസ് ക്യാൻവാസ്. കഴിഞ്ഞ ദിവസത്തെ വ്ലോഗ് കണ്ടിരുന്നോ? ഷോർട്ട് ടെമ്പിളിനെ പറ്റിയിട്ട് കുറച്ച് എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. കാരണം നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നേരെ വന്ന് നോക്കുന്നത് യൂട്യൂബിലേക്കല്ലേ. അപ്പോൾ കുറച്ചൊക്കെ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്കും കിട്ടിയിരുന്നു. എൻ്റെ വ്ലോഗ് എപ്പോഴെങ്കിലും നിങ്ങൾക്കും യൂസ്ഫുൾ ആകട്ടെ. നമ്മൾ ആ ഒരു ഷോർട്ട് ടെമ്പിളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളാണിതൊക്കെ. നിറയെ ഷോപ്പുകളാണ് സ്കൾപ്ചേഴ്സ് വെച്ചിട്ട്. ഇവിടെ മഹാബലിപുരം വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഒരു മിനിയേച്ചറെങ്കിലും നമ്മുടെ കയ്യിൽ കൊണ്ടുപോകുന്നത് വളരെ നല്ലതാണ്. കാരണം ഇവിടെയുള്ള കലാകാരന്മാർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ് ഈ സ്കൾപ്ചർ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ. അവർക്ക് വലിയൊരു മോട്ടിവേഷനാണ് നമ്മൾ അങ്ങനെ ഒരു സ്കൾപ്ചർ നമ്മൾ വാങ്ങുന്നതിൽ കൂടെ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതുമാത്രമല്ല, ഈ ഒരു മഹാബലിപുരം നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ മിനിയേച്ചർ രൂപത്തിൽ നമ്മുടെ കൂടെ വരികയാണ്. ഇനി നമ്മൾ പോകുന്നത് അർജുനാസ് പെനൻസിലേക്കാണ്. ഇതൊരു ബാർ റിലീഫാണ്. എന്ന് വെച്ചാൽ ഒരു സ്കൾപ്ചർ ആ ഒരു റോക്കിൽ ചെയ്യുമ്പോൾ കുറച്ച് പ്രൊജക്ഷനായിട്ട് ചെയ്യുന്നതിനാണ് ബാർ റിലീഫ് എന്ന് പറയുന്നത്. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ബാർ റിലീഫാണിത്. ഒരു വലിയ റോക്കിൻ്റെ ഒരു സൈഡ് മാത്രമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. അർജുനൻ്റെ തപസ് ലോർഡ് ശിവയുമായിട്ട് കൗരവരുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പാശുപാസ്ത്രം കൈവരിക്കുന്ന ഒരു കഥയാണിതിൽ. അതുപോലെ തന്നെ ഭഗീരഥൻ്റെ തപസ്സും ഇതിൽ കാണിക്കുന്നുണ്ട്. ഗംഗ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നടുക്കുന്ന റോക്ക് പിളർന്നിട്ട് 150-ലധികം സ്കൾപ്ചേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു പെനൻസ് നടക്കുന്ന സമയത്ത് ലോർഡ് വിഷ്ണു, ലോർഡ് ശിവ, ഭൂതഗണങ്ങൾ എല്ലാവരുടെയും പ്രസൻസ് ഇതിൽ കാണാം. അതുപോലെ തന്നെ ഗംഗ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു സമയത്ത് നിറയെ ആനിമൽസും നിറയെ ബേർഡ്സും അതൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി ഇത് വിസിറ്റ് ചെയ്ത സമയത്ത് ഇതിൽ നിന്ന് ഒരു ഡിയറിൻ്റെ ഫോട്ടോ ഇൻസ്പയർഡ് ആയിട്ട് നമ്മുടെ 10 രൂപ നോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ റെസ്റ്റോറൻറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഹോട്ടൽ മാമല്ല ഭവനിലാണ്. പ്യുവർ വെജിറ്റേറിയൻ ഒരു നല്ല റെസ്റ്റോറൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. തമിഴ് ഫുഡ് ഐറ്റംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സാമ്പാർ സാദം, അതുപോലെ തൈര് സാദം, ദെൻ മീൽസ്, ഇതൊക്കെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാമ്പാർ സാദം ഒഴുകി വരുന്നു. എന്തൊരു വെണ്ണയോ? ഇന്നലെ ഇതന്നെയായിരുന്നു. ആദ്യം വരുന്നുണ്ട്. റൈസ് അല്ലേ ഇത്? മീൽസിന്റെ സാധനം. ഓ, മീൽസ്. ചമ്മന്തി. നമ്മുടെ പനീർ റൈസ് വന്നിട്ടുണ്ട്. കേർഡ് റൈസ്, തൈർ സാദമാണിത്. സാധാരണ എനിക്ക് തമിഴ്നാട്ടിലെ സാമ്പാറൊക്കെ അത്രയും സെറ്റ് ആവാറില്ല, പക്ഷേ ഇത് നല്ല രസമായിട്ട് തോന്നി. സാമ്പാർ സാദമാണേലും തൈർ സാദമാണേലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളിതൊക്കെ കഴിഞ്ഞ് നേരെ പോകുന്നത് ഇന്ത്യൻ സീഷൽ മ്യൂസിയത്തിലേക്കാണ്. പോകുന്ന വഴിയിൽ തന്നെ കുറേ ജൈൻ്റ് ആയിട്ടുള്ള സ്കൾപ്ചേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ദെൻ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇനിയുള്ള സ്കൾപ്ചേഴ്സൊക്കെ സീഷെൽസ് വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഇതിനുള്ളിൽ കാണാൻ പറ്റുന്നത്. നിറയെ മ്യൂസിയംസ് ഇതിനകത്ത് പല പാർട്ടായിട്ടുണ്ട് ഈ ഒരു വലിയ മ്യൂസിയത്തിൽ തന്നെ. അപ്പോൾ ഒരാൾക്ക് വരുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 400 ആണ് പെർ പേഴ്സൺ. നേരത്തെ ഇത് 200 ആയിട്ട് പെർ പേഴ്സൺ ആയിട്ടാണ് ഞാൻ ഓൺലൈനൊക്കെ കണ്ടിരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പല ടൈപ്പ് ഓഫ് ഷെല്ലൊക്കെ വെച്ചിട്ട് പല രൂപങ്ങൾ. അതുപോലെ ഈ ഒരു വലിയ മിറർ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു. 2 സൈഡും കടൽ കുതിരയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വലിയൊരു മിറർ. ദെൻ നമുക്കിതിനകത്ത് കുറേ ഷെല്ല് വെച്ചിട്ട് തന്നെ അവർ പല രീതിയിൽ മേക്ക് ചെയ്തേക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഹാർഡ് വർക്ക് ഇതിൻ്റെ പിന്നിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്രത്തോളം പെർഫെക്ഷനിൽ അവരത് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഷെല്ലുകൾ തൊട്ട് ഭയങ്കര ജയൻ്റ് ആയിട്ടുള്ള ഷെല്ലുകൾ വരെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര കളേർഡ് ആയിട്ടുള്ള വർക്കുകൾ. അതുപോലെ ഇതിങ്ങനെ ഇത്രയും നാൾ പ്രിസർവ് ചെയ്ത് വെക്കുന്ന രീതി, അതൊക്കെ ഭയങ്കരമായിട്ട് അത്ഭുതമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു വർക്കുകളൊക്കെ. ഇതെല്ലാം നോർമൽ സ്ട്രക്ചേഴ്സ് അല്ല, ആ ഒരു ഷെല്ലിൽ ചെയ്തേക്കുന്ന സ്ട്രക്ചേഴ്സ് ആണെന്ന് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു അതിശയമായിട്ട് നമുക്ക് തോന്നുക. അത് ഇത്രയും പെർഫെക്ഷനിൽ അവരത് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോഴാണ് നമുക്കതൊരു അതിശയമായിട്ട് തോന്നുക.
താഴെ നിന്ന് നമ്മളിത് കാണുന്നതിനേക്കാളും കൂടുതലായിട്ടും ഇതിന് ഈ സ്റ്റെപ്സ് കയറി മേലെ ചെന്നിട്ട് ആ ഒരു സീലിങ്ങിൻ്റെ ഫുൾ വർക്കുകൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൂടി അവർ ഒരുക്കിയിട്ടുണ്ട്. നമുക്കത് മേലെ ചെന്നിട്ട് അവിടെ നിന്നിട്ട് ഫുള്ളായിട്ടുള്ളൊരു ഓവർവ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. തണുപ്പിനകത്തുണ്ട്, ചൂടാണെങ്കിൽ ഇത് നമ്മൾ സെക്കൻഡ് മ്യൂസിയം ആണ്. അധികം വാസ്റ്റായിട്ട് ഞാൻ പോകുന്നില്ല, ബിക്കോസ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ കണ്ട് ഒരു 1 to 2 hours നമുക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് നിറയെ ശംഖ് കാര്യങ്ങളൊക്കെ, ശരിക്കും 40,000-ൽ പരം ഷെൽസ് ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട് അവർ. അതുപോലെ അത് പ്രിസർവ് ചെയ്യുന്നുണ്ട്. നമുക്ക് വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് തൊട്ട് ചെറിയ ഷെൽസ് തൊട്ട് ഭയങ്കര ജയൻ്റ് ആയിട്ട്, ദെൻ ഷാർക്കിൻ്റെയൊക്കെ ടീത്ത് അതൊക്കെ അവർ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് കുട്ടികൾക്ക് അതുപോലെ ഫാമിലി അങ്ങനെയായിട്ട് വന്നിട്ട് നമുക്കൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. അല്ലാതെ ഇപ്പം നോക്കുകയാണെങ്കിൽ വലിയ നമുക്ക് ഭയങ്കര ഇതിൽ എന്തെങ്കിലും ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. നമുക്കിതൊക്കെ ജസ്റ്റ് കണ്ടു പോകാം എന്നുള്ള രീതിയിലുള്ള മ്യൂസിയംസ് ആണ്. ദെൻ ഇതെന്ന് പറയുന്നത് ഡൈനോസർ പാർക്കിൻ്റെ പോലത്തെ ഒരു മ്യൂസിയമാണ്. നെക്സ്റ്റ് മ്യൂസിയം എന്ന് പറയുന്നത് ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. ബട്ട് ഒരു 400 രൂപയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു കോംബോ ഓഫറിനുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ട് അത്രയും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം ഈ പക്കു എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഷാണിത്. ഇത് ഭയങ്കരമായിട്ട് നമ്മൾ മനുഷ്യരായിട്ട് ഇണങ്ങിയിട്ടുള്ളൊരു ഫിഷാണെന്ന് തോന്നുന്നു. നമ്മുടെ കൂടെ അതിങ്ങനെ വരുകയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം അതിൻ്റെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ കളിക്കുന്നതിലുണ്ട്. അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ ഒരു മ്യൂസിയം കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പഞ്ചരഥയിലേക്കാണ്. പഞ്ചരഥയുടെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. ഇതിങ്ങനെ ഔട്ടറിൽ നോക്കുമ്പോൾ 5 രഥങ്ങൾ എന്നാണ് നമ്മളുടെ കൺസെപ്റ്റിൽ വരുന്നതും. ഇതിങ്ങനെ പാർക്കിംഗ് സ്ലോട്ടൊക്കെ ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഇതൊരു വലിയൊരു ജയൻ്റ് ആയിട്ടുള്ള ഒരു റോക്കിൽ നിന്ന് 5 ടെമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന രഥങ്ങളൊക്കെയാണിത്. ഓരോരുത്തരുടെയും പേരിൽ ദ്രൗപദി, അർജുന, ഭീമ അങ്ങനെ എല്ലാവരുടെയും പേരിൽ ചെയ്തിരിക്കുന്ന ഓരോ രഥങ്ങളാണിത്. നോർമലി നമ്മൾ രഥങ്ങൾ കാണുമ്പോൾ അതിനൊക്കെ താഴെ വീൽസ് ഉണ്ടാവും, അതിങ്ങനെ ഉരുട്ടിയിട്ട് കൊണ്ടുപോകുന്നതൊക്കെ വരുത്. പക്ഷേ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത് നന്നായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ആദ്യം കാണുന്ന രഥമാണ് ദ്രൗപദി രഥ. ഇത് ശരിക്കും ദുർഗാദേവിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു രഥമാണ്. ഇതിനുള്ളിൽ നമുക്ക് 4 കൈകളുള്ള ദുർഗാദേവി, അതുപോലെ താഴെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ ദ്വാരപാലകർ എല്ലാവരെയും കാണാൻ പറ്റും. അതിന് പല്ലവ രാജാക്കന്മാർ വിമന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ദ്രൗപദിയുടെ രഥ വന്നിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അർജുന രഥമാണ്. ഈ രഥത്തിനുള്ളിൽ പ്രത്യേകിച്ച് അങ്ങനെ സ്റ്റോൺ സ്കൾപ്ചറായിട്ടൊന്നും ഇല്ല, കാർവിങ്സും കണ്ടില്ല. അപ്പോൾ നമുക്ക് ഇതൊരു കംപ്ലീറ്റ് ആവാത്ത ഒരു രഥമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ പിന്നീട് അത് കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ടും അതിന് വേറൊരു ഭംഗി തോന്നുന്നുണ്ട്. ഒരൊറ്റ റോക്കിൽ ചെയ്ത് തീർക്കുന്ന ഓരോ രഥങ്ങളാണിതൊക്കെ. അടുത്തത് വരുന്നത് ഭീമരഥയാണ്. ഇത് മഹാവിഷ്ണുവിന് വേണ്ടിയിട്ട് അവർ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രഥമാണ്. അതൊരു ജയൻ്റ് ആയിട്ടുള്ള ഒരു രഥമാണ്. നമുക്ക് ചെന്ന് നിൽക്കുമ്പോൾ ഒരു വലിയൊരു തറവാട് ഫീലിംഗ് ഒക്കെ ഉള്ള ഒരു രഥമാണ്. ചെന്ന് നിന്നിട്ട് നമുക്ക് അതിനുള്ളിൽ കൂടെ നടന്ന് പോകാനുള്ള ഒരു കേവ് ടെമ്പിളൊക്കെ പോലെ തന്നെ ഫീലിങ്ങും ഉണ്ട്. വലിയ ജയൻ്റ് റോക്കിനകത്തു നിന്നൊക്കെ ഇത്രയൊക്കെ അടർത്തി മാറ്റുക എന്ന് പറയുന്നത് എത്ര പണിപ്പെട്ടിട്ടുള്ള പരിപാടിയായിരിക്കും അല്ലേ. അതിനുള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ആ ഒരു പഴയ കാലത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഭീമരഥ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കുലർ ബേസ് ആയിട്ടുള്ളതാണ്. അതുപോലെ ലയൺ പില്ലേഴ്സും ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് പില്ലേഴ്സ് ഉണ്ട്. ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെയൊക്കെ ഒരു റെപ്ലിക്ക പോലത്തെ ഒരു മോഡലാണ് ഈ ഒരു ഭീമരഥ എന്ന് പറയുന്നത്. ദെൻ പണ്ടൊക്കെ നമ്മൾ യാത്ര മാഗസിൻസിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു തമിഴ് ആർക്കിടെക്ചർ, തമിഴ് ടെമ്പിൾസ്, അപ്പോൾ മഹാബലിപുരമൊക്കെ ഞാൻ അതിലാണ് കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പോഴാണ് എത്താൻ സാധിച്ചിരിക്കുന്നത്. ഭീമരഥയുടെ ആ ഒരു ബാക്ക് സൈഡിൽ കൂടെ നമുക്ക് നടന്നിട്ട് വന്ന് നകുല സഹദേവ
രഥയുടെ ഫ്രണ്ടിലേക്ക് എത്താൻ പറ്റും. അവിടെ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയാണ്. എല്ലാ രഥങ്ങളും ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണത്. നകുല സഹദേവ രഥ എന്ന് പറയുന്നത് ഭീമരഥ പോലെ തന്നെ പ്രത്യേകിച്ച് കാർവിങ്സും കാര്യങ്ങളും ഒന്നും അതിലില്ല. പക്ഷേ കുറച്ച് ഓർണമെന്റൽ ഫീച്ചേഴ്സ്. ഇതിനൊപ്പം നമുക്കൊരു അർദ്ധനാരീശ്വര ടെമ്പിൾ, ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ശിവപാർവതി ടെമ്പിൾ കൂടെ കാണാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത് കൃഷ്ണാസ് ബട്ടർ ബോൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ്. ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്നൊക്കെ പറയാം. ഒരു വലിയ ഒരു റോക്ക് താഴെ വീഴാതെ ഒരു ഗ്രാവിറ്റിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണത്. ഇത് പറയപ്പെടുന്നത് കൃഷ്ണന്റെ കയ്യിൽ വെണ്ണ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കഷ്ണം വെണ്ണ താഴെ വീണിട്ട് അതവിടെ ഉറഞ്ഞു പോയി എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷേ ചിലപ്പോൾ ഇതൊരു വലിയ റോക്കായിരുന്നിരിക്കാം മൊത്തത്തിൽ. എന്നിട്ട് കുറച്ച് ഭാഗം ഇങ്ങനെ പോയി സണ്ണും വെയിലും മഴയും ഒക്കെ കൊണ്ടിട്ട് പോയി അവസാനം ഈ മുകളിലത്തെ ആ ഒരു പോർഷൻ മാത്രം അങ്ങനെ ഒരു ഷേപ്പിൽ അവിടെ നിന്നിരിക്കാം. അല്ലാതെ ഇതിങ്ങനെ ഒറ്റ റോക്ക് അതിന് മേലെ നിൽക്കുന്നതായിട്ട് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇത് താഴെ വീഴാതെ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഒരു അത്ഭുതകരമായ കാഴ്ച. അതുകൊണ്ട് തന്നെ ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ്റെ ആ ഒരു എക്സാമ്പിളിൽ വരുന്ന ഒരു കാഴ്ചയാണിത്. അത് ഭയങ്കര ചെറിയ ഒരു ഇത് മാത്രമാണ് അതിൻ്റെ അടിയിൽ ടച്ച് ചെയ്തിരിക്കുന്നത്. കണ്ട, ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഒരു അതിശയമാണ് ശരിക്കും. ഇത് വീഴുവാന്ന് കാണുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ തോന്നും, ബട്ട് ഹെവിയാണ്. Go ahead. അങ്ങനെ കൃഷ്ണാസ് ബട്ടർ ബോളോട് കൂടി നമ്മൾ മഹാബലിപുരത്തിന് ബായ് പറഞ്ഞു. ഇനി നമ്മൾ വരുന്ന വഴി എന്ന് പറയുന്നത് കാഞ്ചീപുരം വഴി ആയതുകൊണ്ട് അവിടെ ജസ്റ്റ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് കേരളത്തിലേക്ക്. അപ്പോൾ ബാംഗ്ലൂർ വഴിയുള്ള റൂട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് കുറച്ചും കൂടെ അടുത്തായിട്ട് നമുക്ക് തോന്നിയത്. പോകുന്ന വഴിയിലൊക്കെ നല്ല നല്ല കാഴ്ചകൾ, നിറയെ മലനിരകളൊക്കെയാണ്. ഭയങ്കര റോക്കായിട്ടുള്ള ഇതുകൊണ്ട് അപ്പോൾ നമുക്കതൊക്കെ കണ്ടു പോവാം. നല്ല റോഡുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ മഹാബലിപുരത്തിൻ്റെ ആ ഒരു വലിയ ട്രിപ്പെന്ന് ഞാൻ പറയും. കാരണം ഒരു അതിശയിപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു. ഒരു സ്കൾപ്ചേഴ്സൊക്കെ നിറച്ചിട്ടുള്ള ഒരു സ്ഥലം. എനിക്ക് ഇങ്ങനത്തെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സ്ഥലമാണ് തഞ്ചാവൂർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയൊരു സ്ഥലമാണ് തഞ്ചാവൂർ. ഇനിയും അവിടെ പോകുന്നുണ്ട്, അപ്പോൾ കാണിക്കാം എന്തായാലും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട്, അത് എനിക്ക് വ്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ കമൻസ് നിങ്ങൾ ഇടാതെ പോകുന്നുണ്ട്. അപ്പോൾ കമൻസ് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും.